ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഫാമിലി ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂമാണിത്. നമുക്ക് 2 ബെഡും അതുപോലെ തന്നെ ബാത്റൂം മിററൊക്കെ നമ്മളിൽ വരുന്നത്. ഇവിടെ നേരെ അടിയിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്പേസും അതുപോലെ തന്നെ ക്യാരംസ്, പിന്നെ ഈ കാണുന്നത് 4 ബെഡ്റൂം വരുന്ന ഒരു കോട്ടേജ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇതിലായിരുന്നു. നമ്മൾ ടോട്ടൽ 5 റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ്. പിന്നെ അവിടുന്ന് നേരെ താഴെയാണ് പാർക്ക് വരുന്നത്. ഇത് ഓരോ തട്ടായിട്ടാണ് ഓരോന്ന് വരുന്നത്. പിന്നെ അതിൻ്റെ താഴെയാണ് പൂള് വരുന്നത്. പിന്നെ പൂളിൻ്റെ അവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അടിയിലൊരു സ്പേസ് ഉണ്ട്. അവിടെ ഇറങ്ങുന്നതോടെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ചെറിയ സ്പേസ്, പിന്നെ അടിയിൽ ക്യാമ്പ് ഫയർ, അതുപോലെ തന്നെ ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പും പിന്നെ 2-3 ഊഞ്ഞാലുകളും ഉണ്ട്. രാവിലെ തന്നെ ഊഞ്ഞാലായിട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ തന്നെ പൂരിയും പിന്നെ കിഴങ്ങക്കറിയും ബ്രെഡും ജാമും അതുപോലെ തന്നെ മുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ലഗേജൊക്കെ എടുത്ത് നമ്മൾ പോകുന്നു. അങ്ങനെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ലഗേജൊക്കെ ബസ്സിൽ കയറ്റി എല്ലാവരും ബസ്സിൽ കയറിയിട്ട് നമ്മൾ കാരാപ്പുഴ ഡാം കാണാൻ പോകുന്നതാണ് തീരുമാനിച്ച്. അങ്ങനെ കാരാപ്പുഴ എത്തി. ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. നല്ല ചൂടേന്ന്. ഷംനാദും അനിയനും കൂടെ എമ്മിനെയും കൂട്ടിയിട്ട് സ്ലൈഡ് കയറി പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ കയറിപ്പോയി. അവിടെ മേലെ എത്തിയപ്പോഴേക്കും എമ്മിക്ക് വഴിയായിട്ടും പോകുന്നില്ല. അങ്ങനെ ഷംനാദും അനിയനും കൂടെ എമ്മൊന്നിരിച്ച് പോന്ന്. ഇവിടെ 1-2 റൈഡ് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പേ ചെയ്ത് കയറേണ്ട റൈഡുകളാണ്. അങ്ങനെ ഇവർ 6 ആൾക്കാർ 3 എണ്ണം വരുന്ന ഒരു കോംബോ എടുത്തിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഈ 2 റൈഡുകളും അതുപോലെ തന്നെ ഒരു VR-ൽ ബാക്കിയും ഞങ്ങൾ കുറച്ച് ആൾക്കാരും കൂടെ കയറി ഉണ്ടായിരുന്നു. VR-ൻ്റെ അവിടെ നല്ല തിരക്കിയിരുന്നു. വരി നിൽക്കുന്ന ഇടയിൽ നമ്മൾ വെള്ളം അതുപോലെ തന്നെ സ്വീറ്റ് കോണൊക്കെ കഴിച്ച് നമ്മൾ 12 ആളുകൊണ്ട് 2 സെറ്റായിട്ടാണ് കയറി ഉണ്ടായിരുന്നത്. ഒരു സെറ്റിൽ 6 ആക്കിയേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവരെ മരത്താക്കി പോയതാണ്. ഇവർ നല്ല കളിയിലായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ബസ് വന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഹോട്ടലെത്തിയിട്ട് ഡൈനിങ് സീറ്റൊക്കെ പിടിച്ച് നമ്മൾ സാധാ ചോറിനെ ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും നമുക്ക് സാമ്പാറും അതുപോലെ തന്നെ മീൻകറിയും ഒരു കറിയും പിന്നെ അച്ചാറും പായസവും 2 തരം ഉപ്പേരികളും. പക്ഷെ അവിടെ നിന്ന് പോകുന്ന നമ്മൾ ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ നിർത്തി. അങ്ങനെ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്നും പോകുന്നത് നേരെ പിന്നെ പോയത് പൂക്കോട് ലേക്കിലേന്ന്. അവിടെ ഇതേപോലെ തന്നെ നല്ല തിരക്കിന്ന്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ വെച്ചാൽ കുറേ കുരങ്ങന്മാരുണ്ടാവും. നമ്മൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീഴാൻ കാത്തിക്കേക്കാരും ഓരോ എടുക്കാൻ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ബോട്ടിലൊക്കെ പോയി. അതിനുശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഹൊറർ ഹൗസിൽ കയറി. ഈ 2 ആൾക്കാർ കയറിക്കുന്ന നല്ല എക്സ്പീരിയൻസ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങളൊരു 10 ആൾക്കാരൊപ്പം കയറിയത്. അങ്ങനെ അവിടുന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് പോകുന്നു. ബസ് കയറി എല്ലാവരും ഓണായി, പാട്ടും ഡാൻസൊക്കെ ആയി. അങ്ങനെ ചുരത്തിൽ നമുക്ക് നല്ലോണം ബ്ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് വരാൻ ലേറ്റ് ആയപ്പോൾ ഇവരോട് ഒരു ഹായ് എന്നൊക്കെ പറയേണ്ട താമസം ഓരോ ഹായ് ഒക്കെ തന്ന്. അപ്പോൾ ഇങ്ങനെ ഇവരുണ്ടാളും കൂടെ തല്ലെടുത്തിക്കണം. അങ്ങനെ ഇവരെ തല്ലൊക്കെ തീർത്ത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എത്തി. അങ്ങനെ മന്തി റൈസും അൽഫാമൊക്കെ വന്ന് അതൊക്കെ കഴിച്ച് ഇവരെ നമുക്ക് അടിയിൽ നിന്ന് ഓരോ മുട്ടായും തന്ന് അതൊക്കെ മേടിച്ച് നമ്മൾ ബസ്സിൽ കയറി ഉറങ്ങി. പിന്നെ വീട്ടിലെത്തിയിട്ട് എണീക്കണം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫാമിലി ട്രിപ്പ് ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം.